Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാം, അതിൻ്റെ മീനിങ്സ് പഠിക്കാം ആൻഡ് എങ്ങനെ അത് നമ്മൾ ഡെയിലി ലൈഫിൽ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും അതും കൂടെ നമ്മൾ ഇന്ന് പഠിക്കും. So if you're new here, I request you to kindly subscribe my channel. Video full കാണണം, it's going to be really informative. So let's get started. Our first important word is mansilakuga. What's the English word for mansilakuga? Understand. Understand. Understand means mansilakuga. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് ആക്കി നോക്കാം. Try to understand me. This is an important sentence that we use in our daily life. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, I didn't understand you. This is another important sentence. എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. I didn't understand you. Let's move on to the next word. Lalitam. What's the English word for this? Simple. Simple. Let's make sentences. She eats simple food. അവള് വളരെ ലളിതമായ ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. She eats simple food. ബഹുമാനം means respect. Respect. Let's make sentence with respect. We should respect our elders. നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം. We should respect our elders. ശ്രദ്ധിക്കുക means attention. Attention. നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്? മോസ്റ്റ് കോമൺലി സ്കൂൾസും കോളേജസിലും ടീച്ചേഴ്സ് പറയാറുണ്ട്, പേ അറ്റൻഷൻ ടു ദ ക്ലാസ്. ക്ലാസ് ശ്രദ്ധിക്കൂ. എഗെയിൻ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ പറയാറില്ലേ, അറ്റൻഷൻ പ്ലീസ്, ദയവായി ശ്രദ്ധിക്കുക. വിവരിക്കുക means describe. Describe. Let's make sentence with describe. Describe the process of photosynthesis. അങ്ങനെ പറഞ്ഞാൽ ഫോട്ടോസിന്തസിസുടെ പ്രോസസ്സ് നിങ്ങൾ വിവരിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കൂളിലും കോളേജസിലും ഒക്കെ വരാറുണ്ട്. അവിടെ മാത്രമല്ല, വി ക്യാൻ യൂസ് ഡെസ്ക്രൈബ് ഇൻ ആ ഡെയിലി ലൈഫ് ഓൾസോ. സപ്പോസ് ആരെങ്കിലുമൊക്കെ ടൂർ ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നിങ്ങൾ യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് വിവരിക്കൂ. അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് 3 വേർഡ്സിൽ ഡെസ്ക്രൈബ് യുവർ ജേർണി. ഡെസ്ക്രൈബ് യുവർ ജേർണി. നിങ്ങളെ യാത്ര വിവരിക്കൂ. വി ക്യാൻ ഈവൻ ആസ്ക് ഡെസ്ക്രൈബ് യുവർ ടൂർ. ഡെസ്ക്രൈബ് യുവർ ടൂർ. നിങ്ങൾ ടൂർ വിവരിക്കൂ. നിർദ്ദേശം. നിർദ്ദേശം മീൻസ് സജഷൻ. സജഷൻ. പ്ലീസ് ഗീവ് മീ എ സജഷൻ. നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാവുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എനിക്കൊരു നിർദ്ദേശം തരൂ. ഓർ വി ക്യാൻ ഈവൻ ask a question. Can you please give me a suggestion? നിങ്ങൾക്ക് എനിക്ക് ഒരു നിർദ്ദേശം തരാൻ പറ്റുമോ? Can you please give me a suggestion? Again നമ്മൾ സജസ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും സപ്പോസ് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് നമ്മൾ വെയിറ്ററോട് ചോദിക്കാറുണ്ട്, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്, നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ നമ്മൾ ചോദിക്കുക? What do you suggest? What do you suggest? Madikuga means hesitate. Hesitate. Let's make a sentence with hesitate. വളരെ കോമൺ സെൻറ്റൻസ് ആണ്. Don't hesitate. മടിക്കരുത്. Don't hesitate. നമ്മൾ കുട്ടികളോടൊക്കെ പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ ഗസ്റ്റ് വന്നാൽ അവർ മടിക്കാറില്ലേ? അപ്പോൾ നമ്മൾ പറയാറില്ലേ, പാട്ട് പാടൂ, മടിക്കരുത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? പ്ലീസ് സിങ്. ഡോണ്ട് ഹെസിറ്റേറ്റ്. അല്ലെങ്കിൽ ഡു സിങ്. ഡോണ്ട് ഹെസിറ്റേറ്റ്. മാറ്റി വെക്കുക. പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ. ഇവിടെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പോസ്റ്റ്പോൺ അല്ല, പോസ്റ്റ്പോൺ.
I'll repeat it once again. It's postpone. Let's make sentences with postponed. He postponed the meeting. അവൻ മീറ്റിംഗ് postpone ചെയ്തു, മാറ്റിവെച്ചു. He postponed the tickets. അവൻ ടിക്കറ്റ് മാറ്റിവെച്ചു. Again, മാറ്റിവെച്ച ഡേറ്റ് നമുക്ക് അറിയാമെങ്കിൽ അതെങ്ങനെയാ പറയാ? He postponed the tickets to 25th of July. ഡേറ്റിൻ്റെ മുന്നേ ഞാൻ പ്രപ്പോസിഷൻ 2 ആണ് യൂസ് ചെയ്തത്. അതേ സമയത്ത് ജൂലൈൻ്റെ മുന്നേ, മന്തിൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തത് preposition of ആണ്. Let's read the sentence once again. He postponed the tickets to 25th of July. He postponed the tickets to 25th of July. നിങ്ങൾ സെൻറ്റൻസസ് ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാൻ. Again, വളരെ ഒരു കോമൺ സെൻറ്റൻസ് ആണ്. He postponed his arrival. അവൻ അവൻ്റെ വരവ് മാറ്റിവെച്ചു. അവൻ വരുന്നില്ല. അത് നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാം. He postponed his arrival. തമാശ means prank. Prank. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്ക് അറിയായിരിക്കും ബിക്കോസ് യൂട്യൂബിൽ വളരെ കോമൺ ആണ് pranks. So let's make sentences with it. He played a prank on his sister. He played a prank on his sister. അവൻ അവൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ഒരു തമാശ കളിച്ചു. നമുക്കിത് അതിനെക്കാട്ടും സിമ്പിളായിട്ടും പറയാം. He pranked his sister. He pranked his sister. അവൻ അവൻ്റെ സിസ്റ്ററിനെ തമാശയാക്കി. Let's move on. വിടു means leave. Leave. Leave it. അത് വിടൂ അല്ലെങ്കിൽ അത് വിട്ടേക്ക്. Leave it. Again, we can say or we can ask, can I leave? ഞാൻ ഇവിടുന്ന് വിടട്ടെ, ഞാൻ ഇറങ്ങട്ടെ. Can I leave? നിയന്ത്രണം control. Control. Let's make sentence with the word control. Control yourself. നിങ്ങൾ നിങ്ങളെ സ്വയമേ നിയന്ത്രിക്കൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം control your anger. നിങ്ങൾ നിങ്ങളെ ദേഷ്യത്തിന് നിയന്ത്രിക്കൂ. Control your anger. മനോഹരം lovely. Lovely. It's really lovely. ഇത് ശരിക്കും മനോഹരമാണ്. It's really lovely. സന്തോഷം pleasure. Pleasure. It's a pleasure to meet you. It's a pleasure to meet you. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. അത് നമുക്ക് it's nice to meet you എന്ന് പറയാം. So hope the words and sentences were useful for you all. Do comment, share the video, do like. Thanks for watching.